ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഇന്ന് പുതിയൊരു ഐറ്റം കൊണ്ടാണ് വരുന്നത്. എന്നാൽ ഇത് പുതിയതല്ല. നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ചെയ്തിരുന്ന ഒരു റെസിപ്പിയാണിത്. ഇത് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്, എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. കൂടുതൽ ആളുകളും ജോലിക്ക് പോകുന്നവരായിരിക്കും. സമയം നന്നേ കുറവായതുകൊണ്ട് തന്നെ ഈ കറി പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചൊരു മാങ്ങാക്കറിയാണ്. അതിന് ഒരു മാങ്ങ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വയ്ക്കുക. ഒരു മുറി തേങ്ങയുടെ പാല് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ്: 2 വെല്ലുള്ളി ചെറുതാക്കി അരിഞ്ഞത്, 4 ചെറിയുള്ളി അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത്. ഈ അരിഞ്ഞു വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരു ചട്ടിയിലേക്ക് ഇട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് എണ്ണ, ഉപ്പ് എന്നിവ ചേർക്കുക. ഇത് നന്നായി മിക്സ് ചെയ്യാം. അതിലേക്ക് അരിഞ്ഞു വെച്ച മാങ്ങ കൂടി ഇടുക. അതിലേക്ക് തേങ്ങയുടെ 2ാം പാല് കൂടി ചേർക്കുക. സ്റ്റൗ കത്തിച്ച് അടുപ്പത്ത് വയ്ക്കുക. മാങ്ങ നന്നായി വെന്തതിന് ശേഷം അതിലേക്ക് 1ാം പാല് കൂടി ചേർക്കുക. നന്നായി ഇളക്കി തിള വന്നതിന് ശേഷം ഓഫാക്കുക. കടുക് വറുക്കുന്നതിന് വേണ്ടി ചെറിയുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടാവുമ്പോൾ കടുക് ഇടുക. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച ചെറിയുള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക. മൂത്തതിന് ശേഷം അത് കറിയിലേക്ക് ഇട്ട് നന്നായി യോജിപ്പിക്കുക. അങ്ങനെ ഏറ്റവും സിമ്പിളായിട്ടുള്ള തേങ്ങാപ്പാൽ മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. ടാറ്റാ, ബൈ ബൈ.